അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അർസാസ് വേൾഡ്. ഇന്ന് ഞാൻ നൂഡിൽസ് ചിക്കനും പച്ചക്കറിയൊക്കെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. നൂഡിൽസ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുള്ള ഒന്നാണല്ലോ. അപ്പോൾ ഈ പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ച് പച്ചക്കറിയും കുറച്ച് ചിക്കനൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ആ നൂഡിൽസ് കഴിക്കുന്നതിൻ്റെ കൂടെ അവർ പച്ചക്കറിയും കഴിച്ചോളും. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ ഞാൻ 3 പാക്ക് നൂഡിൽസ് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. 1/2 ടീസ്പൂണ് ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെന്നൊന്നുമില്ല, ഉള്ളവർ ചേർത്താൽ മതി. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഇതൊന്ന് പൊരിച്ചെടുക്കണം. പിന്നെ മസാല ഉണ്ടാക്കാൻ കുറച്ച് പച്ചക്കറി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള, 1 അല്ലി വെളുത്തുള്ളി, ചെറിയ 2 ക്യാരറ്റ്, 1 ഉരുളക്കിഴങ്ങ്, 2 പച്ചമുളക്, ചെറിയൊരു തക്കാളി, പിന്നെ കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്രീൻ പീസും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളിയും സവാളയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള വഴണ്ടി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. ഉരുളക്കിഴങ്ങിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് പോയി ഒന്ന് വെന്ത് വരണം. ഉരുളക്കിഴങ്ങ് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും പച്ചമുളകും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. വേവിച്ചെടുത്ത ഗ്രീൻ പീസും തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മസാലപ്പൊടിയുടെ പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. പച്ചക്കറികൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ വെച്ച് എടുക്കാവുന്നതാണ്. ഇനി പൊരിച്ചെടുത്ത ചിക്കൻ ഇതിലേക്കിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ചിക്കൻ ഇല്ലാതെ ഉണ്ടാക്കട്ടോ. നമ്മൾ ചിക്കൻ ഒഴിവാക്കിയിട്ട് മറ്റുള്ള പച്ചക്കറി വെച്ചിട്ട് അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻ പൊരിച്ചെന്നെ എടുക്കണം, അപ്പോഴാണ് ഈ മസാലയ്ക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. പച്ചക്കറികളൊന്നും കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. കുട്ടികൾക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. പിന്നെ ഇതിലേക്ക് നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല. കഴിയുന്നതും അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം കൂടെ ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതായത് മാഗി ക്യൂബ്. അത് ഓപ്ഷണലാണ്. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നൂഡിൽസ് വേവിച്ചെടുക്കണം. നൂഡിൽസ് വേവിച്ചെടുക്കുമ്പോൾ നൂഡിൽസിലുള്ള മസാലപ്പൊടികളൊന്നും ചേർക്കണ്ട കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി. നൂഡിൽസ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പച്ചവെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കഴുകണത്. ഓവറായിട്ട് അങ്ങോട്ട് വെന്ത് പോവരുത്. ഇനി നൂഡിൽസ് ഈ മസാലയൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിന് നൂഡിൽസ് ബിരിയാണി എന്നൊക്കെ പറയാറുണ്ട്. ഈ രീതിയിലൊന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കണം. അവർക്ക് നല്ലോണം ഇഷ്ടമാവും. അവർ വീണ്ടും ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കി തരാൻ പറയും. അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു നൂഡിൽസാണിത്. കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.